ഇന്ന് നമുക്ക് ബാങ്ക് ടെസ്റ്റിന് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഞാൻ ഈ പോസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബേസിക് ആയിട്ട് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഈ പോസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബാങ്ക് ടെസ്റ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് സ്പീഡിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. 35 ക്വസ്റ്റ്യൻ ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉള്ളത്. 30 മിനിറ്റ് ആണ് 20 മിനിറ്റ് ആണ് അതിനുള്ളത്. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് 35 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിനാവശ്യമായ കുറച്ച് മെത്തേഡുകൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ചില മൾട്ടിപ്ലിക്കേഷനുകൾ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ 84 into 0.75. 84നെ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യാവുന്ന മെത്തേഡ് 84 75 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. അങ്ങനെ ഒരു രീതിയാണ് സാധാരണ ആളുകൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതിന് സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് മറ്റൊരു മെത്തേഡ് പരിചയപ്പെടാം. അതായത് 0.75 എന്നതിനെ നമുക്ക് 3/4 എന്ന് മനസ്സിലാക്കാമല്ലോ. 3/4 അല്ലേ 0.75 എന്ന് പറയുന്നത്. ഈ 3/4 എന്ന് പറയുന്നത് നമുക്ക് 1/2 പ്ലസ് 1/4 എന്ന് മനസ്സിലാക്കാമല്ലോ. 3/4 എന്ന് പറയുമ്പോൾ ഹാഫും 1/4 കൂടി ആഡ് ചെയ്യുന്നതാണ്. അതായത് പകുതിയും കാൽഭാഗവും കൂടി ആഡ് ചെയ്യുന്നതാണ് 3/4. അപ്പോൾ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ ഹാഫിനോട് കൂടി അതിന്റെ 1/4 കൂടി ആഡ് ചെയ്താൽ മതിയാവും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 84നെ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു വ്യക്തി 0.75 എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് 1/2 പ്ലസ് 1/4 എന്ന് ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ 84നെ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നത് 84ന്റെ ഹാഫിനോട് കൂടി 84ന്റെ 1/4 കൂടി ആഡ് ചെയ്താൽ മതിയാകും. അതായത് 84ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ അത് 42 അല്ലേ. 84ന്റെ ഹാഫ് എന്ന് പറയുന്നത് 42 ആണ്. 84ന്റെ 1/4 എന്ന് പറയുമ്പോൾ അത് ഈ 42ന്റെ ഹാഫ് ആയിരിക്കില്ലേ. 84ന്റെ 1/4 നേരിട്ട് എടുക്കണ്ട, പകരം 84ന്റെ ഹാഫ് ആയ 42ന്റെ അതിന്റെ ഹാഫ് എടുക്കുക. 42ന്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് 84ന്റെ 1/4 ആകും. 42ന്റെ ഹാഫ് എന്ന് പറയുന്നത് 21 അല്ലേ. അപ്പോൾ 84ന്റെ 0.75 വേണമെങ്കിൽ 84ന്റെ ഹാഫ് ആയ 42ഉം 42ന്റെ ഹാഫ് ആയ 21ഉം കൂടി ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 63 എന്ന് കിട്ടി. ഇത് നമുക്ക് മനസ്സിലിട്ട് തന്നെ കണക്കൂട്ടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ചെറിയ പകുതിയാക്കുക എന്ന ഒരു പ്രോസസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് 0.75 മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ 84 into 0.75 കിട്ടാൻ 84ന്റെ ഹാഫ് ആയ 42ഉം 42ന്റെ ഹാഫ് ആയ 21ഉം കൂടി ആഡ് ചെയ്താൽ മതിയാകും.
അപ്പോൾ 63 കിട്ടി. So to multiply a number by 0.75, it is enough to take the half of that number and again take the half of the resulting number, then add these two. Take the half of the first number, again take the half of the answer. അപ്പോൾ നമ്പറിന്റെ പകുതി എടുക്കുക, ആ പകുതിയുടെയും പകുതി എടുക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 84 into 0.75 കിട്ടി. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി എടുത്ത് ഇതൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. 68 into 0.75 വേണമെന്ന് കരുതുക. 68 into 0.75 നമ്മൾ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ചെയ്യേണ്ടത് 68ന്റെ ഹാഫ് എടുക്കുക. 68ന്റെ ഹാഫ് 34. പിന്നീട് 34ന്റെ ഹാഫ് എടുക്കുക. 34ന്റെ ഹാഫ് 17. അപ്പോൾ 68ന്റെ ഹാഫ് കിട്ടി 34, 34ന്റെ ഹാഫ് കിട്ടി 17. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 51 കിട്ടുമല്ലോ. ഈ 51 ആണ് 68നെ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഇവിടെ നമ്മൾ ചെയ്തത് ഹാഫ് എടുത്തു, അതിന്റെ ഹാഫ് എടുത്തു, അവ തമ്മിൽ ആഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് 0.75 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ സാധിക്കും. ഹാഫ് എടുക്കുക, അതിന്റെ ഹാഫ് എടുക്കുക. ഇത് നിങ്ങൾ വളരെയധികം ക്വസ്റ്റ്യനുകൾ എടുത്ത് സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ എളുപ്പമായി മാറും. 0.75 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ 0.5 ചേർന്നുള്ള മൾട്ടിപ്ലിക്കേഷനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. 0.5 എന്ന് പറയുമ്പോൾ പകുതി എടുത്താൽ മതി. ഒരു നമ്പറിനെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ആ നമ്പറിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 48 into 0.5 എന്ന് പറഞ്ഞാൽ 48ന്റെ പകുതി, അതായത് 24 എന്നേ ഉള്ളൂ. അപ്പോൾ 0.25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വന്നാൽ 1/4 എടുക്കുകയാണല്ലോ വേണ്ടത്. 1/4 കിട്ടാൻ എളുപ്പ വഴി നമ്പറിന്റെ പകുതി എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. ഒരു നമ്പറിനെ പകുതിയാക്കാൻ വളരെ എളുപ്പമല്ലേ? അങ്ങനെ നമ്പറിന്റെ പകുതി എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. പകുതി എടുത്താൽ 1/4 ആയി. ആ 1/4 ആണ് നമുക്ക് നമ്പറിനെ 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടേണ്ട ആൻസർ. ഇതുപോലെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഇതേ ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പറിനോട് കൂടി ആ നമ്പറിന്റെ പകുതി കൂടി ആഡ് ചെയ്താൽ മതി, നമ്പറിന്റെ ഹാഫ് കൂടി ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 48 into 1.5 വേണമെങ്കിൽ ചെയ്യേണ്ടത് 48നോട് കൂടി 48ന്റെ പകുതി കൂടി ആഡ് ചെയ്യുക. 48ന്റെ പകുതി 24. 48ന്റെ കൂടി 48ന്റെ പകുതി 24. 24 48 തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോ 72 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 1.5 മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇതുപോലെ 0.25, 0.5, 0.75 ഇവ ചേർന്ന് വരുന്ന മൾട്ടിപ്ലിക്കേഷനുകളെല്ലാം ഇങ്ങനെ 1/4, ഹാഫ്, 3/4 എന്ന രീതിയിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇത് കൂടുതൽ ക്വസ്റ്റ്യനുകൾ എടുത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും അടുത്ത ലെവൽ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഒരു പോസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ അടുത്ത ചാനല്, അടുത്ത യൂട്യൂബ് പോസ്റ്റ് നിങ്ങൾ തീർച്ചയായും കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.